Hi everyone, welcome back to Learnino. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റഗ്രൽസിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞ പാർട്ടാണ്. സോ പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഇന്റഗ്രൽസിൽ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് പാർട്ട് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള MCQസും ഡിസ്കസ് ചെയ്തു. ഇനി ഈ ഒരു വീഡിയോയിൽ ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് എന്താണ്, അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ, ദെൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ്സ്, പിന്നെ സം സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റഗ്രേഷൻ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ലെറ്റ് us start. First, definite integral. Definition എന്താ? Just എന്താണ് ഒരു definite integral എന്ന് നോക്കാം. The definite integral of a real valued function f of x with respect to a variable, real variable x on an interval, the closed interval a comma b, was expressed as integral a to b f of x dx is equal to f of b minus f of a. അതായത് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് എന്താ? f of x എന്ന് പറയുന്ന ഫംഗ്ഷനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു x എന്ന് പറയുന്ന റിയൽ വേരിയബിളിനനുസരിച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ലിമിറ്റ്സ് എങ്ങനെയാണ്? a മുതൽ b വരെ. അതായത് ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ അവിടെ ലിമിറ്റ്സ് ഉണ്ടായിരുന്നില്ല. ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് were not expressed. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് സ്പെസിഫൈ ചെയ്യും. അതിനാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഈ ഫംഗ്ഷനെ, ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എ മുതൽ ബി വരെയുള്ള വാല്യൂലാണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അണ്ടർസ്റ്റുഡ് ആണ് അല്ലെ? ഇവിടെ എന് പറയുന്നതാണ് ലോവർ ലിമിറ്റ് ആൻഡ് ബി ഇസ് കോൾഡ് ദി അപ്പർ ലിമിറ്റ്. അപ്പോൾ നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താ? ക്യാപിറ്റൽ എഫ് ഓഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് ഓഫ് എ. നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതായത് ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലിയർ ആയി? ഇനി ഇതിന്റെ ഗ്രാഫ് ശ്രദ്ധിക്കുക. എ മുതൽ ബി വരെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതാണ് എഫ് ഓഫ് എക്സിന്റെ കർവ് ഗ്രാഫ് തന്നിരിക്കുന്നത്. സോ എ മുതൽ ബി വരെ നമ്മൾ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മോഡുലസ് എഫ്. അതായത് മോഡുലസ് ഉദ്ദേശിച്ചത് ഇവിടെ എ മുതൽ ബി വരെയുള്ള ഇതിന്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എഫ് ഓഫ് എക്സ് എ ടു ബി എന്നാണ് മീൻ ചെയ്യുന്നത് ഇവിടെ. ദാറ്റ് ഈസ് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വേറെ എഫ് ഓഫ് എക്സ് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. ക്ലിയർ ആയി? ഇനി രണ്ട് ഫംഗ്ഷൻസ് കൺസിഡർ ചെയ്യാം, എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും. അതിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ജി ഓഫ് എക്സ് ആണ് നമ്മൾ അസ്യൂം ചെയ്യുക, കൺസിഡർ ചെയ്യുക. ഓക്കെ, ഏത് ഇന്റർവെല്ലാണ്? ക്ലോസ്ഡ് ഇന്റർവെൽ എ കോമ ബിയിൽ. അങ്ങനെയാണെങ്കിൽ ഏരിയ ബൗണ്ടഡ് ബൈ y is equal to f of x and y equal to g of x. f of x ഉം g of x ഉം രണ്ട് ഫംഗ്ഷൻസ് ആണ് ഡിഫൈൻഡ് ഓൺ ദ ക്ലോസ്ഡ് ഇന്റർവെൽ a കോമ b. അങ്ങനെയാണെങ്കിൽ y equal to f of x ഉം y equal to g of x ഉം ഈ രണ്ട് കർവ്സും തമ്മിൽ ബൗണ്ട് ചെയ്യുന്ന ഏരിയ. ഓക്കെ, ആൻഡ് ദ ലൈൻസ് x equal to a and x equal to b. x equal to a, x equal to b, പിന്നെ y equal to f of x ഉം y equal to g of x ഉം. ഇത് ബൗണ്ട് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇന്റഗ്രൽ a to b f of x minus g of x dx. ക്ലിയർ ആയല്ലോ? f of x minus g of x ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു x ചെയ്യുക, എന്നിട്ട് ലിമിറ്റ് എന്താ ചെയ്യുക? a to b ആണ് അപ്ലൈ ചെയ്യേണ്ടത്. നെക്സ്റ്റ്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ ആസ് ദ ലിമിറ്റ് ഓഫ് എ സം. ഓക്കെ, ഇപ്പോൾ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഒരു സമ്മിന്റെ ലിമിറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഇന്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ലിമിറ്റ് h ടെൻസ് ടു 0. അതായത് ലിമിറ്റ് ഓഫ് എ സം ആയിട്ട് നമുക്ക് ഈ ഇന്റഗ്രൽ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ നമ്മൾ ഫോർമുല എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. limit, that is integral a to b f of x dx is equal to limit h tends to 0. ഇവിടെ ഒരു h ഉണ്ട്, h into f of a plus f of a plus h plus etc plus f of a plus n minus 1 into h. Okay, f of a plus f of a plus h plus etc f of a plus n minus 1 into h. ഇതിൽ h എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓൾറെഡി ഒരു ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെഫിനിറ്റ് ഇന്റഗ്രലിനെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, ലിമിറ്റ് ഓഫ് എ സം ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. ഓർ ഇത് വേറൊരു കേസാണ്, ഓർ ഇറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഇന്റഗ്രൽ a to b f of x dx is equal to b minus a limit n tends to infinity 1 by n f of a plus f of a plus h plus etc f of a plus n minus 1 into h. അതിനെ ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ക്ലിയർ ആയി? b minus a limit n tends to infinity 1 by n f of a plus f of a plus h plus etc f of a plus n minus 1 h. അതിൽ h എന്ന് പറയുന്നത് എങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? b minus a divided by n, it will be tends to 0. അതായത് tends to 0 എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ വാല്യൂ 0ലേക്ക് അപ്രോച്ച് ചെയ്യണം, അതാണല്ലോ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ h tends to 0 when n tends to infinity. അത് ക്ലിയർ ആണല്ലോ? അത് നമുക്ക് ഈ ഫോർമുല നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം. അതായത് h എന്ന് പറയുന്നത് b minus a by n ആണ് അല്ലെ? അപ്പോൾ n
ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ ഈ ഹോൾ വാല്യൂ എന്തായിരിക്കും? ടെൻസ് ടു 0, അതായത് h ടെൻസ് ടു 0. നെക്സ്റ്റ് ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. ഇപ്പോൾ ഈ ഇന്റഗ്രൽ കാൽക്കുലസിന്റെ ഒരു ഫണ്ടമെന്റൽ തിയറം എന്താന്ന് നോക്കാം. ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ദ ക്ലോസ്ഡ് ഇന്റർവൽ a, b and let a of x, capital A of x, be the area function. Then a dash of x, അതായത് ഡെറിവേറ്റീവ്, ഇപ്പോൾ d by dx of a of x എന്ന് പറയില്ലേ, അത് തന്നെയാണ് a dash of x എന്ന് പറയുന്നത്. a dash of x എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും? f of x ആയിരിക്കും. For all x belongs to a, b. x എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവൽ a, b ൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇനി a dash of x, a of x എന്താണ്? നമ്മുടെ ഏരിയ ആണ്. എഫ് എന്ന് പറയുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതിന്റെ ഏരിയ ആണ്. സോ ഏരിയയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എഫ് ഓഫ് എക്സ് കിട്ടും. ഇനി ലെറ്റ് എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ദ ക്ലോസ്ഡ് ഇന്റർവൽ a, b ആൻഡ് ക്യാപിറ്റൽ എഫ് ബി ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ്. ഓക്കെ, അതായത് ക്യാപിറ്റൽ എഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, ആന്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ a to b f of x dx, ഇത് നമ്മൾ ഓൾറെഡി പ്രീവിയസ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്താണ്. ഇന്റഗ്രൽ a to b f of x dx നെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? f of x at values a to b, അതായത് f of b minus f of a. ഓക്കെ, അപ്പൊ f എന്ന് പറയുന്നത് എന്താണ്? ആന്റി ഡെറിവേറ്റീവ് ഓഫ് സ്മോൾ f of x ആണ്. നെക്സ്റ്റ് ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസിനെ ഇവാലുവേറ്റ് ചെയ്യാൻ നോക്കാം. When definite integral is to be found by substitution, change the lower and upper limits of integration. ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ചേഞ്ച് ചെയ്യേണ്ടി വരും. ലോവർ ലിമിറ്റ്സും അപ്പർ ലിമിറ്റ്സും ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇനി ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ്, ഇപ്പോൾ സപ്പോസ് ചെയ്യാം z എന്ന് പറയുന്നതിനെ നമ്മൾ phi of x ആയിട്ട് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇഫ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഇസ് z, ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാണ്. സപ്പോസ് z equal to phi of x ആണ് നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ലോവർ ലിമിറ്റ് ഓഫ്, സപ്പോസ് ലോവർ ലിമിറ്റ് a ആണെന്ന് വിചാരിക്കുക, അപ്പർ ലിമിറ്റും b ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ z equal to phi of x കൊടുക്കാൻ പോകണം. അങ്ങനെയാണെങ്കിൽ പുതിയ ലോവർ ആൻഡ് അപ്പർ ലിമിറ്റ്സ് എന്തായിരിക്കും? phi of a യും phi of b യും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇന്റഗ്രൽസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ a to b f of t dt. അതായത് a to b എന്ന് പറയുന്നത് f of x dx നെ x ഡയറക്റ്റ്ലി t ആക്കി കഴിഞ്ഞാൽ സെയിം a to b f of t dt, അതായത് x ന് ജസ്റ്റ് t എന്നുള്ള ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്തു മാത്രം. ഓക്കെ, ജസ്റ്റ് x ന് പകരം t അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളൂ. a ആൻഡ് b സെയിം ലിമിറ്റ്സ് തന്നെ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇന്റഗ്രൽ a to b f of x dx is equal to മൈനസ് ഓഫ് ഇന്റഗ്രൽ b to a f of x dx. ഇവിടെ വരുത്തിയ ചേഞ്ച് എന്താണ്? b to a, അതായത് ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ് നമ്മൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്തു. ഓക്കെ, ഓർഡർ റിവേഴ്സ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? നെഗറ്റീവ് വാല്യൂ ഓഫ് ദ ഇന്റഗ്രൽ വാല്യൂ ആണ് കിട്ടുക. ഓക്കെ, സെയിം ആയിരിക്കില്ല, പക്ഷെ നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇന്റഗ്രൽ a to b dx എന്ന് പറയുന്നത് ഇന്റഗ്രൽ a to b f of x dx, അതായത് a to c. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്, ഇവിടെ f of x ഉണ്ട് കേട്ടോ, അത് മിസ്സായിട്ടുണ്ട്, സോറി. ഇന്റഗ്രൽ a to b f of x dx എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഇന്റഗ്രൽ a to c f of x dx പ്ലസ് ഇന്റഗ്രൽ c to b f of x dx. അതായത് ഈ ഒരു ലിമിറ്റില്ലേ, ഇടയിൽ വരുന്ന ലിമിറ്റ്. ഓക്കെ, അപ്പൊ ആ ഒരു ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ a to b നെ എൻറ്റയർ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഇന്റഗ്രൽസ് ആക്കാം. a to c ഒരെണ്ണം പ്ലസ് ഇവിടെ എൻഡ് ചെയ്തത് ഏതാണ്? അവിടെ അപ്പർ ലിമിറ്റ്, ഫസ്റ്റ് ഇന്റഗ്രലിൽ അപ്പർ ലിമിറ്റ് ഏതാണോ അത് സെക്കൻഡ് ഇന്റഗ്രലിൽ ലോവർ ലിമിറ്റ് ആയിട്ട് എഴുതാം. ഇന്റഗ്രൽ a to c പ്ലസ് ഇന്റഗ്രൽ c to b. അപ്പൊ നമുക്ക് a to b ഇങ്ങനെയും എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഇന്റഗ്രൽ a to b f of x dx is equal to ഇന്റഗ്രൽ a to b f of a plus b minus x dx. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് ഇതുപോലെ പ്രോബ്ലംസ് വരുമ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ആവശ്യമുള്ള മീൻസ് സൊല്യൂഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏത് പ്രോപ്പർട്ടീസ് ആവശ്യമുണ്ട് അത് വെച്ചിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ കുറേ ഒക്കെ ഈസി ആയിരിക്കും നമുക്ക് സോൾവ് ചെയ്യാൻ. സോ ഇന്റഗ്രൽ a to b f of x dx is equal to, അതിനെങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ a to b f of a plus b minus x dx എന്നും എഴുതാൻ പറ്റും. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഇന്റഗ്രൽ 0 to a f of x dx എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to a, ഇപ്പോൾ ലിമിറ്റ്സ് ഇവിടെ ചേഞ്ച് ഒന്നുമില്ല, പകരം ഫംഗ്ഷൻ f of x നെ എങ്ങനെ എഴുതാൻ പറ്റും? f of a minus x dx എന്നും എഴുതാം. 0 to a തന്നെയാണ് ലിമിറ്റ്, ഇന്റഗ്രൽ f of a minus x dx എന്ന് എഴുതാം.
നെക്സ്റ്റ് പ്രോപ്പർട്ടി ഇന്റഗ്രൽ 0 to 2a f of x dx എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to a f of x dx പ്ലസ് ഇന്റഗ്രൽ 0 to a f of 2a minus x dx. ക്ലിയർ ആയില്ല? ഇന്റഗ്രൽ 0 to 2a f of x dx എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ 0 to a f of x dx പ്ലസ് ഇന്റഗ്രൽ 0 to a f of 2a minus x dx. ലാസ്റ്റ് പ്രോപ്പർട്ടി ഇന്റഗ്രൽ മൈനസ് a to a f of x dx നെ നമുക്ക് ഇതുപോലെ രണ്ട് രീതിയിൽ എഴുതാൻ പറ്റും. അതായത് ഇപ്പൊ സപ്പോസ് f എന്ന് പറയുന്നത് ഒരു ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ ഈവൺ ആണെന്ന് പറയാം? സപ്പോസ് അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സിന് നമ്മൾ ഇതുപോലെ മൈനസ് എക്സ് ആയിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എക്സിന് മൈനസ് എക്സ് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ശരിക്കും എഫ് ഓഫ് മൈനസ് എക്സ് ആണ്. അപ്പോൾ അതിനൊരു വാല്യൂ കിട്ടും. ഫോർ എക്സാമ്പിൾ എക്സ് ക്യൂബ് എടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുണ്ട് എക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എക്സ് ക്യൂബില് എക്സിന് മൈനസ് എക്സ് കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്താവും? മൈനസ് എക്സ് ഹോൾ ക്യൂബ് ആയിരിക്കും. ക്ലിയർ ആയില്ല? അപ്പൊ ഇവിടെ മൈനസ് എക്സ് ഹോൾ ക്യൂബ് ആണ്. മൈനസിന്റെ ക്യൂബ് എന്താ? അതായത് മൈനസ് 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം. സോ മൈനസ് തന്നെ ആയിരിക്കും വാല്യൂ. എക്സിന്റെ ക്യൂബ് എക്സ് ക്യൂബ്. ക്ലിയർ ആയോ? സോ ഇവിടെ ഇപ്പൊ കിട്ടിയ വാല്യൂം നമ്മുടെ ആക്ച്വൽ ഫംഗ്ഷൻ വാല്യൂം എന്താ ഡിഫറൻസ്? നമുക്കിപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്തായിട്ടാണ് കിട്ടിയത്? മൈനസ് എഫ് ഓഫ് എക്സ് ആയിട്ടാണ് കിട്ടിയത് അല്ലെ? കാരണം എക്സ് ക്യൂബ് മാത്രമാണ് എഫ് ഓഫ് എക്സ്. നമുക്ക് കിട്ടിയത് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതൊരു ഓഡ് ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയോ? ഇനിയിപ്പോ സപ്പോസ് എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഈവൺ ഫംഗ്ഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എക്സ് സ്ക്വയറിൽ എക്സിന് നമ്മൾ മൈനസ് എക്സ് കൊടുക്കുക. അപ്പൊ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്താ കിട്ടുക? മൈനസിന്റെ സ്ക്വയർ പ്ലസ് എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. അപ്പൊ ഇത് എഫ് ഓഫ് എക്സ് തന്നെയല്ലേ? സോ എഫ് ഓഫ് മൈനസ് എക്സ് എഫ് ഓഫ് എക്സ് തന്നെ കിട്ടി. ദാറ്റ് മീൻസ് വാട്ട്? എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു ഈവൺ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ കോൺസെപ്റ്റ്. ഈവൺ ഓഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എഫ് ഓഫ് മൈനസ് എക്സ് ചെയ്താലും സെയിം എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് ഈവൺ ആണ്. മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് കിട്ടിയാൽ അത് ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. സോ ഇനി ഈ പ്രോപ്പർട്ടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് ട്വൈസ് ഇന്റഗ്രൽ 0 ടു എ. ഓക്കെ, ശ്രദ്ധിക്കുക, ലിമിറ്റ് ശ്രദ്ധിക്കുക. മൈനസ് എ ടു എനെ 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് എഴുതാൻ പറ്റും. പക്ഷെ എപ്പോഴാണ്? എഫ് എന്ന് പറയുന്നത് ഒരു ഈവൺ ഫംഗ്ഷൻ ആകുമ്പോൾ. ശ്രദ്ധിക്കുക, എഫ് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് മൈനസ് എ ടു എ ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ എങ്ങനെ എഴുതാൻ പറ്റും? 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനിയിപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ അപ്പോൾ ഈ ഒരു ഇന്റഗ്രലിന്റെ വാല്യൂ, അതായത് ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വാല്യൂ എന്തായിരിക്കും? 0 ആണ് വരിക. ക്ലിയർ ആയല്ലോ? ഈവൺ ഫംഗ്ഷൻ ഓഡ് ഫംഗ്ഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് 2 ടൈംസ് ഇന്റഗ്രൽ 0 ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് വാല്യൂ എന്താണ്? 0 ആണ്. അപ്പൊ നമുക്ക് ഈ പ്രോപ്പർട്ടി ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റും.